നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിൽ നിന്നും വാങ്ങിയ കാട ഫ്രൈയിൽ ജീവനുള്ള പുഴു. കട അടപ്പിച്ചു. ചാലക്കുടി KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ കാർ, ഇരുചക്ര വാഹനം എന്നിവയിൽ പരിശീലനം ആരംഭിച്ചു. 193 ഇനം പ്ലാവുകൾ മുറിക്കാൻ നീക്കം. പ്രതിഷേധവുമായി ചക്കക്കൂട്ടം. മേലൂർ പഞ്ചായത്തിലെ പിണ്ടാണിയിലെ പാടശേഖരത്ത് ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിൽ റോഡിലെ കുഴിയിൽ റീത്ത് വെച്ച BJPയുടെ പ്രതിഷേധം. നിർമ്മാണം പൂർത്തിയാക്കി വൈകാതെ തകർന്ന തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം സന്ദർശിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിൽ നിന്നും വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും ചേർന്ന് തട്ടുകട അടപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. യാത്രാസംഘം വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു. കുട്ടികൾ അടക്കമുള്ളവർ ഈ ഭക്ഷണം കഴിച്ചു. യാത്രാസംഘത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കടയിൽ പരിശോധന നടത്തി. തുടർന്ന് തട്ടുകടയിലേക്കുള്ള ഭക്ഷണം ഒരുക്കുന്ന നെന്മണിക്കരയിലും ചെങ്ങാലൂരുമുള്ള കടയുടമസ്ഥരുടെ വീടുകളിലും പരിശോധന നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ, ഗ്രാമപഞ്ചായത്ത് അധികൃതരടങ്ങുന്ന സ്ക്വാഡും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. വളരെ മോശമായതും വൃത്തിഹീനമായതുമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതെന്ന് അധികൃതർ കണ്ടെത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ അപാകതകൾ പരിഹരിക്കുന്നതുവരെ തുറക്കാൻ പാടില്ലെന്നും അധികൃതർ ഉത്തരവ് നൽകി. ചാലക്കുടി KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ കാർ, ഇരുചക്ര വാഹനം എന്നിവയിൽ പരിശീലനം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഡ്രൈവിംഗ് പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജോയിന്റ് RTOമാരായ ബിജു ഐസക്, MV ശശി, ATO KJ സുനിൽ, ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ സിനോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ നവംബറിലാണ് KSRTCയുടെ ജില്ലയിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ ചാലക്കുടിയിൽ പ്രവർത്തനമാരംഭിച്ചത്. ഹെവി ഡ്രൈവിംഗ് പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ ഭാഗമായാണ് കാർ, ഇരുചക്ര വാഹന പരിശീലനം കൂടി ആരംഭിച്ചത്. ഇരുചക്ര വാഹന പരിശീലനത്തിന് മാത്രം 3500 രൂപയും 4 വീലറിന് 9000 രൂപയുമാണ് ഈടാക്കുന്നത്. ഹെവി വാഹന ലൈസൻസിനും 9000 രൂപയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് 20% ഫീസിൽ ഇളവുണ്ട്. വിവരങ്ങൾക്ക് 9633979681 അല്ലെങ്കിൽ 048027016888 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ജോയിന്റ് RTO, മറ്റ് ബഹുമാനരായ വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ചാലക്കുടി KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പുതിയ സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുന്നു. നിലവിൽ നമ്മൾ നേരത്തെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും 193 ഇനം പ്ലാവുകൾ മുറിക്കാൻ നീക്കം. പ്രതിഷേധവുമായി ചക്കക്കൂട്ടം. കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലെ പ്ലാവുകൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് വെറ്റിനറി സർവകലാശാലയ്ക്ക് കൈമാറാനുള്ള നീക്കത്തിൽ പ്രതിഷേധം. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിക്കുമെന്ന് ചക്കക്കൂട്ടം കൂട്ടായ്മ. കാർഷിക സർവകലാശാലയുടെ മോഡൽ ഓർഗാനിക് ഫാമിലെ 70 ഏക്കറിലായി 193 തരം പ്ലാവിനങ്ങളാണ് ഉള്ളത്. കാർഷിക സർവകലാശാലയുടെ 43 ഏക്കർ വിട്ടുകിട്ടണമെന്ന വെറ്റിനറി സർവകലാശാലയുടെ ആവശ്യം മൂലം അപൂർവ പ്ലാവിനങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ്. ഇതിൽ പ്രതിഷേധിച്ച് ചക്കക്കൂട്ടം കൂട്ടായ്മയും മണ്ണുത്തി മോഡൽ ഓർഗാനിക് ഫാം സംരക്ഷണ സമിതിയും സംയുക്തമായി പരിസ്ഥിതി ദിനത്തിൽ മണ്ണുത്തി മാർക്കറ്റിൽ പൊതുയോഗം സംഘടിപ്പിച്ച ശേഷം ഫാമിലെത്തി മരങ്ങളിൽ റിബൺ ധരിപ്പിച്ചു.
പരിസ്ഥിതി ദിനത്തിൽ എല്ലാവരും മരങ്ങൾ നടുമ്പോൾ 193 പ്ലാവുകളെ വെട്ടിക്കളയാനുള്ള തീരുമാനം പൊതുജനങ്ങളെ അറിയിക്കാനാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മേലൂർ പഞ്ചായത്തിലെ പിണ്ടാണിയിലെ പാടശേഖരത്ത് ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. പിണ്ടാണി, കപ്പേള മുതൽ 10ഓളം സ്ഥലങ്ങളിലായിട്ടാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. വാർഡ് 8, 9, 10 എന്നിവിടങ്ങളിലാണ് മാലിന്യങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി കിടക്കുന്നത്. മാലിന്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് കൊച്ചിയിലെ കാക്കനാടുള്ള സൺറൈസ് ഹോസ്പിറ്റലിലെ മാലിന്യമാണ് വഴിയരികിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ഏജൻസി ശേഖരിച്ച മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളിയതാണെന്നാണ് സൂചന. ഹോസ്പിറ്റലിലെ രോഗികൾക്കായി എഴുതിയ ബുക്കുകൾ, കിറ്റുകൾ, മാസ്ക് വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റുകൾ, സർജറി വേസ്റ്റുകൾ എന്നിവയാണ് വഴിയരികിൽ വിവിധ ഇടങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി ഈ വാർഡുകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരം വേസ്റ്റുകൾ വഴിയരികിൽ നിക്ഷേപിച്ചാൽ അസുഖങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. പറമ്പുകളും വീടുകളുമുള്ള ഈ മേഖലയിൽ നിരന്തരം ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെന്ന് വാർഡ് മെമ്പർ പറയുന്നു. നായിമേലിത്തോട് ഭാഗത്താണ് മാലിന്യ പ്രശ്നം സ്ഥിരമായി ഉണ്ടാകുന്നത്. ഇത്തരം മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ച് ഫൈൻ ഈടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇരിങ്ങാലക്കുടയിൽ റോഡിലെ കുഴിയിൽ റീത്ത് വെച്ച BJPയുടെ പ്രതിഷേധം. ബസ് സ്റ്റാൻഡ് സിവിൽ സ്റ്റേഷൻ റോഡിൽ LIC ഓഫീസിന് സമീപത്തുള്ള റോഡിലെ കുഴിയിലാണ് BJP ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലിഷോൺ ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KK കൃപേഷ്, പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. നിർമ്മാണം പൂർത്തിയാക്കി വൈകാതെ തകർന്ന തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം സന്ദർശിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരത്തിന് തുറന്നുകൊടുത്ത് 1 മാസം പിന്നിടുമ്പോഴേക്കും പലയിടത്തായി ടാർ ഇളകി റോഡ് തകർന്നിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ അടിയന്തരമായ ഇടപെടൽ. എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ S. നായർ എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. ഫെബ്രുവരി മാസത്തിൽ റോഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനവും 2 മാസത്തിനുള്ളിൽ നിർമ്മാണവും പൂർത്തിയാക്കിയിരുന്നു. 10 വർഷത്തിലധികം സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 20 രൂപ കൂടി ഗ്രാമിന് 9,080 രൂപ, പവന് 72,640 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിൽ നിന്നും വാങ്ങിയ കാട ഫ്രൈയിൽ ജീവനുള്ള പുഴു. കട അടപ്പിച്ചു. ചാലക്കുടി KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ കാർ, ഇരുചക്ര വാഹനം എന്നിവയിൽ പരിശീലനം ആരംഭിച്ചു. 193 ഇനം പ്ലാവുകൾ മുറിക്കാൻ നീക്കം. പ്രതിഷേധവുമായി ചക്കക്കൂട്ടം.
മേലൂർ പഞ്ചായത്തിലെ പിണ്ടാണിയിലെ പാടശേഖരത്ത് ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുടയിൽ റോഡിലെ കുഴിയിൽ റീത്ത് വെച്ച BJPയുടെ പ്രതിഷേധം. നിർമ്മാണം പൂർത്തിയാക്കി വൈകാതെ തകർന്ന തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം സന്ദർശിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.